നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. പക്ഷേ എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് മഴ പ്രവചനത്തിൽ ഉള്ളത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡിസംബർ 17-ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കല്ലേലി, കോന്നി, GD സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അച്ചൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും പറയുന്നു. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം. തമിഴ്നാട്ടിൽ ശമനമില്ലാതെ മഴ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ശ്രീവൈകുണ്ഠത്തും പരിസര പ്രദേശങ്ങളിലും തൂത്തുക്കുടി ജില്ലാ ഭരണകൂടം പ്രളയ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് താമരബർണി നദി കര കവിഞ്ഞൊഴുകിയതോടുകൂടിയാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയത്. നദീതീരങ്ങളിലുള്ളവർക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട്ടിലാണ് മഴ ശക്തമായി തുടരുന്നത്. പോലീസിനും ഫയർഫോഴ്സിനും ദുരന്ത നിവാരണ സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ധർമ്മപുരി, കരൂർ, കടലൂർ, അതുപോലെ തന്നെ മയിലാട്ടുതുറൈ, പുതുക്കോട്ടൈ, നാമക്കൽ, തിരുച്ചി, തഞ്ചാവൂർ, തിരുനെൽവേലി, പുതുച്ചേരി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 14 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് തീവ്ര മഴ മുന്നറിയിപ്പാണ് പ്രവചിച്ചിട്ടുള്ളത്. ചെന്നൈയിൽ കനത്ത മഴ തുടർന്ന് റെഡ് ഹിൽസ്, ചേമ്പാരമ്പാക്കം ജലസംഭരണികളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. ജലസംഭരണികൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് ആദ്യ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.